നീരു, ഞാനൊരു കാര്യം ചോദിച്ചാ നീ സത്യം പറയുവോ? കടയിൽ നിന്നും ഇറങ്ങിയ രമ്യ സംശയത്തോടെ നിരഞ്ജനയോട് ചോദിച്ചു. എന്താ രമ്യ? അവളും തിരികെ ചോദിച്ചു. നീ എപ്പോഴും പറയാറുള്ള ആ കക്ഷിയാണോ അത്? രമ്യ സംശയത്തോടെ അവളോട് ചോദിച്ചതും അവളൊന്ന് പുഞ്ചിരിച്ചു. അതേ രമ്യ, ഞാൻ പറയാറുള്ള ദക്ഷേട്ടനും മഹേട്ടനും ആണത്. അവൾ പുഞ്ചിരിയോടെ തന്നെ അവർക്ക് മറുപടി നൽകി. അപ്പോൾ ആ ദക്ഷാണോ നിന്റെ മനസ്സിലുള്ള കക്ഷി? അവൾ വീണ്ടും സംശയത്തോടെ ചോദിച്ചതും നിരഞ്ജന ആണെന്നുള്ള രീതിയിൽ തലയാട്ടി. അപ്പോൾ നീയല്ലാതെ മറ്റാരോ അയാളെ പ്രണയിക്കുന്നുണ്ട് അല്ലേ? ആ കുട്ടിയായിരിക്കും അയാളെ ഫോണിൽ വിളിച്ച് ശല്യം ചെയ്യുന്നത്. രമ്യ അവളുടെ മനസ്സിൽ തോന്നിയ സംശയം പറഞ്ഞു. അതെ, ദക്ഷേട്ടനെ ആരോ പ്രണയിക്കുന്നുണ്ട് മറഞ്ഞു നിന്ന്. അതാരായിരിക്കും? എന്തായാലും ഏട്ടനെപ്പറ്റി നല്ലതുപോലെ അറിയാവുന്ന ആളാണ്, നിരഞ്ജനയും പറഞ്ഞു. പക്ഷെ ഒരു അബദ്ധം പറ്റിപ്പോയി. നിനക്കിപ്പോൾ വേണമെങ്കിൽ നിന്റെ മനസ്സിലുള്ളത് അയാളോട് പറയാമായിരുന്നു. നിന്റെ മനസ്സിൽ അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടായിട്ടും ഇതുവരെയും അങ്ങനെയൊന്നും ചിന്തിച്ചത് കൂടിയില്ല എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ നിന്റെ മനസ്സിൽ അയാളോട് ഇഷ്ടമുണ്ടെന്ന് അയാളും മനസ്സിലാക്കിയേനെ. രമ്യ അവളുടെ മനസ്സിൽ തോന്നിയ ഐഡിയ പറഞ്ഞു. ഏയ്, അതൊന്നും വേണ്ട. അപ്പോൾ ഞാൻ അവസരം മുതലാക്കിയെന്നല്ലേ പറയുകയുള്ളൂ. തന്നെയല്ല, ദക്ഷേട്ടന് ഒരിക്കൽ പോലും എന്നോട് അങ്ങനെ ഇടപഴകുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ആ സ്ഥിതിക്ക് എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയെന്ന് പറയുമ്പോൾ ഏട്ടനത് കൂടുതൽ ദേഷ്യമാവുകയുള്ളൂ. ഞങ്ങൾ തമ്മിലൊന്ന് സംസാരിക്കുക കൂടി ചെയ്യാതെ എന്തർത്ഥത്തിലാണ് ഏട്ടനെ ഞാൻ സ്നേഹിച്ചതെന്ന് ഏട്ടൻ എന്നോട് തിരികെ ചോദിക്കും. അവൾ തിരികെ മറുപടി പറഞ്ഞു. അപ്പോൾ പിന്നെ നിന്റെ മനസ്സിൽ എന്താ? മനസ്സിൽ തോന്നിയ ഇഷ്ടം അയാളോട് തുറന്ന് പറയേണ്ട എന്നാണോ നീ പറയുന്നത്? അല്ല, ദക്ഷേട്ടനോടെല്ലാം തുറന്ന് പറയണം എന്ന് തന്നെയാണ്. പക്ഷേ അതിനുള്ള അവസരം ഇതല്ല എന്ന് തോന്നി. പക്ഷെ ഇനി അത് തുറന്നു പറയുന്നതിന് മുൻപ് ഏട്ടനെ പ്രണയിക്കുന്ന പെൺകുട്ടി ആരാണെന്ന് കണ്ടുപിടിക്കണം. ഏട്ടന് അവളോട് ഇഷ്ടമുണ്ടോ എന്നറിയണം. അവൾ എന്തോ തീരുമാനിച്ചതുപോലെ പറഞ്ഞു. പക്ഷെ അയാളുടെ സംസാരത്തിൽ നിന്നും അയാൾക്ക് ആ ഫോൺ കോൾ ഇറിറ്റേഷനായിട്ടാണ് എനിക്ക് തോന്നിയത്. അതായത് ആ കുട്ടി അയാൾക്ക് ഇഷ്ടമല്ല എന്ന പോലെ. രമ്യ അവളുടെ മനസ്സിൽ തോന്നിയ സംശയം പറഞ്ഞു. അങ്ങനെയാണ് എനിക്കും തോന്നിയത്. പക്ഷെ എന്നാലും ആ പെൺകുട്ടി ആരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. വെറുതെ ഒരു ടൈം പാസിനാണോ ഏട്ടനെ വിളിക്കുന്നത്, അത് സീരിയസ് ആയിട്ടും ആ കുട്ടിക്ക് ഏട്ടനെ ഇഷ്ടമാണോ എന്ന് അറിയണം, നിരഞ്ജന അവളെ നോക്കി പറഞ്ഞു. ആ കുട്ടിയുടെ ഇഷ്ടം ടൈം പാസ് അല്ലെങ്കിൽ ആ കുട്ടിക്ക് ശരിക്കും അയാളെ ഇഷ്ടമാണെങ്കിൽ നീ ഒഴിഞ്ഞു കൊടുക്കുമെന്നാണോ പറയുന്നത്? അതായത് നിന്റെ മനസ്സിലുള്ള ഇഷ്ടം മനസ്സിൽ തന്നെ കുഴിച്ചു മൂടി ആ കുട്ടിയുടെ ഇഷ്ടം സാധിച്ചു കൊടുക്കുക, അങ്ങനെയാണോ നിന്റെ മനസ്സിൽ? രമ്യ സംശയത്തോടെ നിരഞ്ജനയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൾ തിരികെ രമ്യയും നോക്കി. എന്താ നിരഞ്ജന, നീ അയാൾക്ക് അവളെ വിട്ടുകൊടുക്കുവോ? രമ്യ സംശയത്തോടെ അവളോട് ചോദിച്ചു. രമ്യ, എൻ്റെ അച്ഛനെയും ചേച്ചിയും കണ്ടാണ് ഞാൻ വളർന്നത്. അച്ഛനും ചേച്ചിയും ഒരേ സ്വഭാവക്കാരും ചിന്താഗതിക്കാരും ആയതുകൊണ്ട് ഞാനും അമ്മയും മാത്രമായിരുന്നു ആ വീട്ടിൽ. അവർ രണ്ടുപേരും ഞങ്ങളോടൊപ്പമാണ് താമസിക്കുന്നതെങ്കിലും എനിക്ക് അമ്മയും അമ്മയ്ക്ക് ഞാനുമാണ് എല്ലാം. എൻ്റെ ഇഷ്ടങ്ങൾ അമ്മയുടെ ഇഷ്ടങ്ങൾ ഒക്കെ ഞങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. അങ്ങനെയുള്ള ആ ലോകത്തേക്ക്, എൻ്റെ മനസ്സിലേക്ക് ഞാൻ പോലും വിചാരിക്കാതെ കടന്നു വന്ന ഒരാളാണ് ദക്ഷേട്ടൻ. ആദ്യമൊക്കെ വേറൊരു അട്രാക്ഷനാണെന്നാണ് ഞാൻ കരുതിയിരുന്നത്. ചേച്ചി മഹിയേട്ടൻ്റെ പുറകെ പോകുമ്പോൾ എനിക്ക് ചേച്ചിയോട് ദേഷ്യമായിരുന്നു. കിട്ടാത്ത സ്നേഹത്തിന് പുറകെ എന്തിനാണ് ചേച്ചി വാശിയോടെ പോകുന്നതെന്നായിരുന്നു ഞാൻ ചിന്തിച്ചിരുന്നത്. അമ്മയോട് അതിനെപ്പറ്റി ഞാൻ ഒരുപാട് തവണ സംസാരിക്കുകയും ചെയ്തു. അപ്പോഴും എൻ്റെ മനസ്സിലൊന്നും ഏട്ടൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ എപ്പോഴും എനിക്ക് ആ അട്രാക്ഷനിൽ നിന്നും ദക്ഷേട്ടനോട് ഒരു പ്രണയം തോന്നി. അത് മനസ്സിൽ തോന്നിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞത് എൻ്റെ അമ്മയോടായിരുന്നു. ഏട്ടൻ്റെ സ്വഭാവം അമ്മയ്ക്ക് നന്നായിട്ടറിയാം. ഏട്ടനെ കിട്ടുന്ന പെണ്ണ് എന്തായാലും ഭാഗ്യം ചെയ്തായിരിക്കുമെന്ന് അമ്മ എപ്പോഴും എന്നോട് പറയാറുണ്ട്. അത്രയ്ക്ക് പാവമാണ് ഏട്ടൻ. അങ്ങനെ ഏട്ടനെപ്പറ്റി സംസാരിച്ച് എപ്പോഴോ എനിക്കും ഏട്ടനോട് പ്രണയം തോന്നി. പക്ഷെ അത് തുറന്നു പറയാൻ എനിക്ക് പേടിയായിരുന്നു. ഇപ്പോഴും എനിക്ക് അതേ പേടി തന്നെയാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല. എൻ്റെ ചേച്ചി മഹിയേട്ടൻ്റെ പുറകെ നടക്കുമ്പോൾ മഹിയേട്ടൻ എന്തുമാത്രം ഇറിറ്റേറ്റഡ് ആകുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. സ്നേഹം എന്ന് പറയുന്ന ഒരിക്കലും പിടിച്ചു വാങ്ങാൻ പറ്റുന്ന ഒന്നല്ല. എന്നാൽ വിട്ടുകൊടുക്കാനും കഴിയുന്നില്ല. അവർക്ക് രണ്ടുപേർക്കും ഇപ്പോൾ എന്നോടൊരു ഇഷ്ടമുണ്ട്. ചേച്ചി അങ്ങനെ ആയിട്ട് പോലും എൻ്റെ ഭാഗത്തു നിന്ന് ഒരു തെറ്റുപോലും അവർ കണ്ടിട്ടില്ല. അതുകൊണ്ട് ആ ഒരു ബഹുമാനവും സ്നേഹവും ഒക്കെ ആ ഏട്ടന്മാർ എനിക്ക് തരാറുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ മനസ്സിലുള്ളത് പോലും എനിക്ക് തുറന്നു പറയാൻ കഴിയാത്തത്. ഒരുപക്ഷെ ദക്ഷേട്ടൻ്റെ മനസ്സിൽ എനിക്ക് അങ്ങനെ ഒരു സ്ഥാനം ഇല്ലെങ്കിൽ ഞാൻ നാണം കെട്ടുപോകും. അതുകൊണ്ടാണ്. അവൾ ഒരു വാടിയ പുഞ്ചിരിയോടുകൂടി രമ്യയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ഇപ്പോഴും ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം നീ പറഞ്ഞില്ല. അവൾ മാറിൽ കൈകൾ കെട്ടി നിരഞ്ജനയോട് ചോദിച്ചു. നീ ചോദിച്ചതിനുള്ള ഉത്തരം, അങ്ങനെ ഒരു പെൺകുട്ടി ആരും അറിയാതെ ദക്ഷേട്ടനെ പ്രണയിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്തിനാ രമ്യ ദക്ഷേട്ടനെ വിട്ടുകൊടുക്കുന്നത്? നീ തന്നെ കണ്ടില്ലേ, ദക്ഷേട്ടന് ആ കുട്ടിയുടെ ദേഷ്യമാണ്. അതുകൊണ്ടല്ലേ ഞാനാണെന്ന് കരുതി ഏട്ടൻ എന്നെ തല്ലിയത്. അപ്പോൾ അത്രയും ദേഷ്യം ആ കുട്ടിയോട് ഏട്ടനുണ്ടെന്നല്ലേ അർത്ഥം? അതിന് ഞാനെന്തിനാ വിട്ടുകൊടുക്കുന്നത്? അവൾ തിരികെ രമ്യയോട് ചോദിച്ചു. ഇനിയൊരു പക്ഷേ വെറുപ്പിന് ശേഷം ദക്ഷേട്ടൻ ആ കുട്ടിയോട് വെറുപ്പ് മാറി ഇഷ്ടം തോന്നിയാലോ? അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുണ്ടല്ലോ. പല പ്രണയങ്ങളും ഉണ്ടാകുന്നത് ആ ഒരു വെറുപ്പിൽ നിന്നല്ലേ? രമ്യ വീണ്ടും സംശയത്തോട് ചോദിച്ചു. അങ്ങനെ ഒരു പ്രണയം അവർക്കിടയിൽ ഉണ്ടായാൽ? ഇല്ല രമ്യ,
എനിക്കത് ആലോചിക്കാൻ കൂടി കഴിയില്ല. അങ്ങനെ ഉണ്ടായാൽ നീ വിട്ടുകൊടുക്കുമോ? രമ്യ വീണ്ടും ചോദിച്ചു. അങ്ങനെ വിട്ടുകൊടുക്കാനല്ലല്ലോ ഞാൻ ഇത്രയും വർഷം ആരും അറിയാതെ ഈ പ്രണയം മനസ്സിൽ കൊണ്ടു നടന്നത്. അവൾ ചെറിയൊരു പുഞ്ചിരിയോടുകൂടി രമ്യയോട് മറുപടി പറഞ്ഞതും അവൾ സംശയത്തോടെ അവളെ നോക്കി. അപ്പോൾ നീ പറഞ്ഞു വരുന്നത് എന്താ? രമ്യ സംശയത്തോടെ അവളോട് ചോദിച്ചു. ആദ്യം ദക്ഷേട്ടനെ പ്രണയിക്കുന്ന പെണ്ണിനെ കണ്ടുപിടിക്കണം, എന്നിട്ട് അവളോട് സംസാരിക്കണം. നിരഞ്ജന രമ്യയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. നീ എന്താ അവളോട് പറയാൻ പോകുന്നത്? രമ്യ സംശയത്തോടെ അവളോട് ചോദിച്ചു. എൻ്റെ ദക്ഷേട്ടനെ എനിക്ക് തരണമെന്ന്. ദക്ഷേട്ടന് അവളെ ഇഷ്ടമല്ലെന്ന് അവൾ മറുപടി പറഞ്ഞു. അതെങ്ങനെ നിനക്ക് പറയാൻ കഴിയും? അയാൾ നേരിട്ടത് പറയാതെ ആ കുട്ടി സമ്മതിക്കുമോ? ആ കുട്ടി സീരിയസ് ആയിട്ടാണോ തമാശയ്ക്കാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. രമ്യ സംശയത്തോടെ അവളോട് ചോദിച്ചു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദക്ഷേട്ടൻ ആ പെൺകുട്ടിയെ കണ്ടെത്തുന്നതിന് മുൻപേ തന്നെ എനിക്ക് അവളെ കണ്ടെത്തണം. അവളോട് എനിക്ക് സംസാരിക്കണം. ഒരുപക്ഷെ ആ കുട്ടി നീ പറയുന്നത് കേട്ടില്ലെങ്കിലോ? നിന്റെ ഇഷ്ടം മനസ്സിലാക്കാൻ ആ കുട്ടി തയ്യാറായില്ലെങ്കിൽ? രമ്യ വീണ്ടും ചോദിച്ചു. അതൊന്നും എനിക്കറിയില്ല രമ്യ, ഞാൻ അതിനെപ്പറ്റി ഇപ്പോൾ ചിന്തിക്കുന്നില്ല. എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഒന്ന് മാത്രമേ ഉള്ളൂ, അവളെ കണ്ടെത്തണം. ദക്ഷേട്ടൻ അവളോട് സംസാരിക്കുന്നതിന് മുൻപേ എനിക്ക് അവളോട് സംസാരിക്കണം. ഏട്ടൻ്റെ ജീവിതത്തിൽ നിന്നും അവളോട് ഒഴിഞ്ഞു പോകാൻ ഞാൻ പറയും. നിരഞ്ജന എന്തോ ഉദ്ദേശത്തോടു കൂടി അവളോട് പറഞ്ഞു. ശരിക്കും നിരഞ്ജനയുടെ കാര്യത്തിൽ രമ്യയ്ക്ക് അതിശയമാണ് തോന്നിയത്. ഇതുവരെ അവളെ അങ്ങനെ ഒരു മുഖഭാവത്തോടു കൂടി രമ്യ കണ്ടിരുന്നില്ല. എന്തു വന്നാലും ദക്ഷിണെ മറ്റാർക്കും വിട്ടുകൊടുക്കില്ല എന്നൊരു ശ്രുതി കൂടി അവളുടെ സംസാരത്തിൽ ഉണ്ടായിരുന്നു. തിരിച്ചുള്ള യാത്രയിൽ മീനാക്ഷി സൈലന്റ് ആയിരുന്നു. ആരും അവളെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു. ആ ഒരു ഇൻസിഡൻറ്റിന് മുൻപേ മീനാക്ഷി വളരെയധികം സന്തോഷത്തിലായിരുന്നു. എന്നാൽ അവിടെ വെച്ച് നിരഞ്ജനയുമായിട്ടുള്ള സംഭവങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് മീനാക്ഷിക്ക് ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടായതെന്ന് അവൾ ഓർത്തു. വീട്ടിൽ ചെന്നിട്ട് അവളോട് അതിനെപ്പറ്റി സംസാരിക്കണമെന്നും അതിൻ്റെ സത്യാവസ്ഥ അറിയണമെന്നും അവൾക്ക് തോന്നി. എന്തായാലും നീ നിരഞ്ജനയോട് ചെയ്തത് മോശമായിപ്പോയി. കാറിലിരുന്ന് മഹി ദക്ഷിണോട് പറഞ്ഞതും അവൻ ദയനീയമായി മഹിയെ നോക്കി. എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. അവൾ അവിടെ നിന്ന് ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിന്നപ്പോൾ ഞാനും കരുതിയിരുന്നത് അവളായിരിക്കും നിന്നെ വിളിക്കുന്നതെന്ന്. അവളെ കാണിച്ചു തന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. കണ്ണടച്ച് തീരുന്നതിന് മുമ്പേ നീ അവളെ തല്ലിക്കഴിഞ്ഞിരുന്നു. മഹി അവനെ നോക്കി പറഞ്ഞു. എടാ, എനിക്കത് അത്രയും ദേഷ്യം തോന്നിയിട്ടാ. ഇന്ന് വരെ ഞാനൊരു പെൺകുട്ടിയെ പോലും തല്ലിയിട്ടില്ല. നോട്ടം കൊണ്ട് പോലും അവരെ ഞാൻ ഒന്നും ചെയ്യാറില്ല. ഇതുവരെ ചെയ്തിട്ടുമില്ല. അതെനിക്ക് ധൈര്യമായിട്ട് പറയാൻ കഴിയും. പക്ഷേ ഇന്ന് എന്നെ വിളിച്ചു പറ്റിക്കുന്ന അവളോട് എനിക്ക് അത്രയും ദേഷ്യമുണ്ട് മഹി. പെട്ടെന്ന് നീ എനിക്ക് അവളെ കാണിച്ചു തന്നപ്പോൾ എല്ലാം കൊണ്ടും എൻ്റെ മനസ്സിൻ്റെ താളം തെറ്റിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അങ്ങനെ പ്രതികരിച്ചത്. പക്ഷെ അങ്ങനെ ചെയ്യേണ്ടായിരുന്നു എന്ന് പിന്നീട് എനിക്ക് തോന്നി. അവൻ പറഞ്ഞതും മീനാക്ഷി അത് കേട്ട് ദയനീയമായിരുന്നു. താൻ കാരണം ഒന്നും അറിയാത്ത ആ ചേച്ചിക്കാണ് തല്ലുകൊണ്ടത്. അത് ഓർക്കും തോറും അവളുടെ മനസ്സ് വിങ്ങി. അവൾ ഒന്നും മിണ്ടാതെ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു. എന്നാൽ അവളിൽ സംഭവിക്കുന്ന ഓരോ മാറ്റവും നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ആരു. വിശക്കുന്നുണ്ടോ മീനു മോളെ? മുൻപിലിരുന്ന മഹി പുറകിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്നാൽ മീനു അതിനൊന്നും കേൾക്കാതെ പുറത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവൾ ഒന്നും മിണ്ടാഞ്ഞതും അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. മീനു, അവൻ വീണ്ടും വിളിച്ചതും ആരു അവളുടെ കയ്യിലൊന്ന് തട്ടി. അവൾ ഞെട്ടി ആരുവിനെ നോക്കിയതും ആരു മുൻപിലേക്ക് കണ്ണു കാണിച്ചു. അത് കണ്ട് അവൾ കാറിൻ്റെ മുൻഭാഗത്തേക്ക് നോക്കിയതും മഹി അവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് കണ്ടത്. എന്താ ഏട്ടാ? അവൻ നോക്കുന്നത് കണ്ടതും അവൾ സംശയത്തോടെ ചോദിച്ചു. വിശക്കുന്നുണ്ടോ? നല്ല റെസ്റ്റോറൻ്റ് ഒന്നും കണ്ടില്ല. നിനക്കറിയാവുന്ന നല്ല റെസ്റ്റോറൻ്റ് ഉണ്ടോ ഇവിടെ? അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു. VP's എന്നൊരു റെസ്റ്റോറൻ്റ് ഇവിടെ ഉണ്ട്. അത് അത്യാവശ്യം റിവ്യൂ ഒക്കെ ഉള്ളതാ. അവൾ അവനെ നോക്കി മറുപടി പറഞ്ഞു. എങ്കിൽ പിന്നെ അങ്ങോട്ട് തന്നെ പോകാം മഹി. അത് കേട്ടതും ദക്ഷു മറുപടി പറഞ്ഞു. വേണ്ട ദക്ഷേട്ടാ, നമുക്ക് വീട്ടിൽ പോകാം. അത് കേട്ടതും മീനാക്ഷി പറഞ്ഞു. അതെന്തു പറ്റി ഇപ്പോൾ പെട്ടെന്ന്? നിനക്ക് ആഗ്രഹമല്ലായിരുന്നോ പുറത്തുനിന്ന് ഫുഡ് കഴിക്കണമെന്ന്? എന്നിട്ടിപ്പോൾ എന്താ പറ്റിയത്? മഹിയാണ് അവളോട് ചോദിച്ചത്. അത് എനിക്ക് വിശപ്പൊന്നും തോന്നുന്നില്ല ഏട്ടാ. അതുമാത്രമല്ല എന്തോ ഒരു തലവേദന പോലെ. അവൾ നെറ്റിയിൽ കൈവച്ചുകൊണ്ട് അവനോട് പറഞ്ഞു. അത് സാരമില്ല, എന്തായാലും ഇറങ്ങിയതല്ലേ. ഇനി നമുക്ക് ഫുഡ് പുറത്തുനിന്ന് തന്നെ കഴിക്കാം. തന്നെയല്ല, അമ്മയോട് നമ്മൾ പറഞ്ഞിട്ടാണല്ലോ വന്നത് നമ്മളിന്ന് പുറത്തു നിന്നാണ് ഫുഡ് കഴിക്കുന്നതെന്ന്. അവൻ അവളെ നോക്കി പറഞ്ഞതും അവളൊന്നും മിണ്ടിയില്ല. ആരും ഒന്നും മിണ്ടാതെ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കുകയായിരുന്നു. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും മീനാക്ഷി പറഞ്ഞ റെസ്റ്റോറൻറ്റിലേക്ക് അവരെത്തി. ഇതാ, എന്താണെന്ന് വെച്ചാൽ ഓർഡർ ചെയ്. മഹി മെനു കാർഡ് മീനാക്ഷിക്ക് നേരെ നീക്കിക്കൊണ്ട് പറഞ്ഞു. മീനാക്ഷിയും ആരും കൂടി അവർക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യട്ടെ എന്നുള്ള രീതിയിലായിരുന്നു അവൻ പറഞ്ഞത്. അത് ഏട്ടൻ എന്താണെന്ന് വെച്ചാൽ ചെയ്താൽ മതി. എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടങ്ങളൊന്നുമില്ല. അല്ലെങ്കിൽ വേണ്ട, ചേച്ചിക്ക് ഇഷ്ടമുള്ളത് പറയും. അതും പറഞ്ഞ് മീനാക്ഷി ആരുവിൻ്റെ നേരെ മെനു കാർഡ് നീട്ടി. ഞാൻ പുറത്തുനിന്ന് അങ്ങനെ ഫുഡ് കഴിക്കാറില്ല. അതുകൊണ്ട് നല്ലത് ഏതാണെന്നും എനിക്കറിയില്ല. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്താൽ മതി. ആരും അവളെ നോക്കി മറുപടി പറഞ്ഞു. മീനാക്ഷി അത് മഹിക്ക് നേരെ നീട്ടി. മഹി ഫ്രൈഡ് റൈസും റോസ്റ്റഡ് ചിക്കനും ജ്യൂസും മറ്റും ഓർഡർ ചെയ്തു. ഞാനൊന്ന് കൈ കഴുകിയിട്ട് വരാം. അതും പറഞ്ഞ് ആരും അവിടെ നിന്നും എഴുന്നേറ്റു. പിന്നെ വാഷ് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോയി. അതിന് പുറകെ മഹിയും അവിടെ നിന്ന് എഴുന്നേറ്റു.
ദക്ഷ അവൻ്റെ മുഖത്തേക്ക് നോക്കി. മഹി അവനെ നോക്കി കണ്ണു ചിമ്മി കാണിച്ചു. മഹിയും അവൾ പോയ സ്ഥലത്തേക്ക് തന്നെ പോയി. ദക്ഷേട്ടൻ കൈ കഴുകുന്നില്ലേ? മീനാക്ഷി സംശയത്തോടെ അവനെ നോക്കി ചോദിച്ചു. കഴുകണം, അവൻ അവളെ നോക്കി മറുപടി പറഞ്ഞു. മീനാക്ഷിയും കൈ കഴുകാൻ വേണ്ടി സീറ്റിൽ നിന്നും എഴുന്നേറ്റു. മീനാക്ഷി, ഇപ്പോൾ പോകണ്ട, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോകാം. അവൻ പറഞ്ഞതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അതിനവൻ കണ്ണു ചിമ്മി കാണിച്ചു. അപ്പോഴാണ് അവൾക്കും കാര്യം പിടികിട്ടിയത്. മഹിയും ആരും അവിടേക്ക് പോയതുകൊണ്ടാവാം അവൻ അങ്ങനെ പറഞ്ഞതെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ശേഷം അവിടെ തന്നെ ഇരുന്നു. ആരും മഹി പുറകിലുണ്ടെന്നറിയാതെയാണ് വാഷ്റൂമിലേക്ക് പോയത്. അവൾ കൈ കഴുകിയിട്ട് തിരിഞ്ഞതും ആരോ തട്ടി നിന്നു. ഷർട്ട് കണ്ടതും മുഖത്തേക്ക് നോക്കാതെ തന്നെ അതാരാണെന്ന് അവൾക്ക് മനസ്സിലായി. അവനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അവൾ അവിടെ നിന്നും പോകാൻ തുടങ്ങി. അപ്പോഴേക്കും അവളുടെ കയ്യിൽ അവൻ്റെ പിടി വീണിരുന്നു. അവൻ അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തിയതും അവൾ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. കുറച്ചു മുമ്പ് കടയിൽ വെച്ച് നീ എന്തൊക്കെയോ ഡയലോഗ് അടിക്കുന്നത് കേട്ടല്ലോ? അവൻ ദേഷ്യത്തോട് ചോദിച്ചു. ആ, കേട്ടായിരുന്നോ? പിന്നെന്താ പ്രശ്നം? അവൾ പുച്ഛത്തോടെ മറുപടി പറഞ്ഞു. അത് നീ ആരെ ഉദ്ദേശിച്ച പറഞ്ഞതെന്ന് എനിക്കറിയാം. അവസരം കിട്ടിയപ്പോൾ എനിക്കിട്ട് താങ്ങാമെന്ന് കരുതിയല്ലേ? അവൻ വീണ്ടും അവളോട് ചോദിച്ചതും അവൾ പുച്ഛത്തോടെ ചിരിച്ചു. എനിക്ക് നിങ്ങളോടിപ്പോൾ തോന്നുന്നത് എന്താണെന്നറിയോ? ദേഷ്യമല്ല, വെറും പുച്ഛം മാത്രമാണോ? പുച്ഛം മാത്രം. അവൾ വീണ്ടും പറഞ്ഞു. നിന്റെ പുച്ഛം മാറ്റാൻ എനിക്കറിയാം മിസ്സസ് ആരോഹി. നീ വീട്ടിലേക്ക് തന്നെയല്ലേ വരുന്നത്? നീ അവിടെ വെച്ച് പറഞ്ഞതിനുള്ള മറുപടിയും ഇപ്പം നിനക്ക് എന്നോട് തോന്നുന്ന പുച്ഛത്തിൻ്റെ മറുപടിയും എല്ലാം കൂടി ചേർത്ത് ഞാൻ നിനക്കൊരു മറുപടി തരുന്നുണ്ട്. അവൻ ദേഷ്യത്തോടെ അവളോട് പറഞ്ഞതും അവൾ ഒന്നും മിണ്ടിയില്ല. തനിക്കുണ്ടല്ലോ ഒരു വിചാരമുണ്ട്, താൻ എന്തോ വലിയ സംഭവമാണെന്ന്. അതൊക്കെ വെറും ഒരു തോന്നൽ മാത്രമാണെന്ന് തനിക്ക് മനസ്സിലാകും. പോലീസ് വേഷത്തിൻ്റെയും ആ പദവിയുടെയും അഹങ്കാരമാണ് തനിക്ക്. അവൾ ദേഷ്യത്തോടെ അവൻ്റെ നേരെ വിരൽ ചൂണ്ടി. ആണടി, നീ പറഞ്ഞതുപോലെ പോലീസിൻ്റെ പദവിയുടെയും വേഷത്തിൻ്റെയും ഒക്കെ അഹങ്കാരം തന്നെയാടി എനിക്ക്. അത് ഞാൻ വെറുതെ നേടിയെടുത്തതല്ല, കഷ്ടപ്പെട്ട് പഠിച്ചു തന്നെ നേടിയെടുത്തതാണ്. അതുകൊണ്ട് കുറച്ച് അഹങ്കാരമൊക്കെ ആകാം. അവനും തിരികെ ദേഷ്യത്തോടെ പറഞ്ഞു. അതിൻ്റെ അഹങ്കാരം താൻ തൻ്റെ കയ്യിൽ വെച്ചിരുന്നാൽ മതി, അതെഞ്ചെടുത്തിറക്കാൻ നിൽക്കണ്ട. അവളും ദേഷ്യം കൊണ്ട് വിറച്ചു. അതിനവൻ അവളെ കളിയാക്കുന്നത് പോലെ പൊട്ടിച്ചിരിച്ചു. അവനങ്ങനെ ചിരിക്കുന്നത് കണ്ടതും അവൾ ദേഷ്യത്തോടെ അവനെ നോക്കി. ഇതിൻ്റെ മറുപടി ഞാൻ നിനക്ക് തരുന്നുണ്ട്, ഇപ്പോഴല്ല, വീട്ടിൽ ചെന്നിട്ട് അറിഞ്ഞ് ഞാൻ തരും. അവൻ ദേഷ്യത്തോടെ അവളെ അടിമുടിയൊന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു. പിന്നെ അവളുടെ കയ്യിൽ നിന്നുമുള്ള പിടിവിട്ടു. അവൾ കൈ ഒഴിഞ്ഞുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവനും അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് ആരോ വാതിൽ തുറന്ന് കൈ കഴുകാനായി അങ്ങോട്ടേക്ക് കയറി വന്നതും അവൾ ഒന്നുകൂടി അവനെ ദേഷ്യത്തോടെ നോക്കി പേടിപ്പിച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അവൾ ദേഷ്യത്തോടെ തന്നെ നോക്കിയിട്ട് ഇറങ്ങിപ്പോയതും അവളോട് അത്രയും നേരം ദേഷ്യത്തോടെ സംസാരിച്ചു കൊണ്ടിരുന്ന മഹിയുടെ മുഖം ശാന്തമായി പുഞ്ചിരിച്ചു.